ഹലോ ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ മുമ്പത്തെ ഹെയർ എന്ന് പറയുന്നത് നല്ല ഫ്രിസി ആയി വേവി ആയിട്ടുള്ള ഒരു ഹെയർ ആയിരുന്നു. പക്ഷെ എൻ്റെ മുടി എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് എൻ്റെ മുടിന് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. പക്ഷേ ഇറ്റ് ടുക്ക് മീ ലൈക്ക് ഹാഫ് ആൻ അവർ ടു ഗെറ്റ് റെഡി ആൻഡ് ഗോ ടു മൈ വർക്ക്. സോ അതുകൊണ്ട് ടൈം ലാഭിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനൊരു ഹെയർ ട്രീറ്റ്മെന്റിലേക്ക് പോയാലോ എന്ന് പറഞ്ഞുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തിയിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സേയിങ്, ഒരു ഹെയർ ട്രീറ്റ്മെന്റും നമ്മുടെ മുടിക്ക് നല്ലതല്ല. പക്ഷെ നമുക്ക് വേറെ ചോയ്സ് ഇല്ല, ലൈക്ക് ഇങ്ങനെ ഈസി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ if you are going to choose any kind of hair treatment, you have to study about that hair treatment. Okay, ഏറ്റവും ലീസ്റ്റ് ഡാമേജിങ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഐ ക്യാൻ ഗോ ഫോർ എ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ഓർ എ കെരാറ്റിൻ ഓർ എ പെർമനന്റ് ബ്ലോ ഡ്രൈ. പെർമനന്റ് ബ്ലോ ഡ്രൈ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ്, പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് അല്ല. സോ അത് ഞാൻ എന്തായാലും റൂൾ ഔട്ട് ചെയ്തു. പിന്നെ ഐ വാസ് കൺഫ്യൂസ്ഡ് ബിറ്റ്വീൻ വെദർ ഐ ഷുഡ് ഡു കെരാറ്റിൻ ഓർ എ ബോട്ടോക്സ്. സോ കെരാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതില് കെരാറ്റിനിലൊരു മെയിൻ കണ്ടന്റ് ആയിട്ട് ഫോർമാൽഡിഹൈഡ് അല്ലെങ്കിൽ ഫോർമാൽഡിഹൈഡ് റിലീസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ഉണ്ട്. ഈ ഫോർമാൽഡിഹൈഡ് റിലീസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് കാർസിനോജെനിക് ആണ്, അതായത് അത് ക്യാൻസർ വരുന്നതിൽ ഒരു ഭാഗമായേക്കാം. സോ ഐ തോട്ട് ഓക്കെ, അത്രയും കെമിക്കൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് വേണ്ട. പിന്നെ ഞാൻ നോക്കുമ്പോൾ ബാക്കി ഏത് ട്രീറ്റ്മെന്റ് വെച്ച് നോക്കിയാലും ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ആണ് ലീസ്റ്റ് ഡാമേജിങ് ടു ഹെയർ. So I thought, okay, I should go for Botox. When compared to keratin, ബോട്ടോക്സിൽ കുറച്ചും കൂടിയും നല്ല പ്രോഡക്ട്സ് ആണ്. നമ്മളെ മുടീനെ ഡീപ്ലി നറിഷ് ചെയ്യുന്ന ഓയിൽസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. സോ എനിവേ ബോട്ടോക്സ് ഇസ് ബെറ്റർ ദാൻ കെരാറ്റിൻ. സോ ഐ വെന്റ് ഫോർ ബോട്ടോക്സ്. സോ ബോട്ടോക്സിൽ എൻ്റെ മുടി എന്ന് പറയുന്നത് വളരെ തിക്കായിട്ടുള്ള ഒരു ഹെയർ ആയിരുന്നു, ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഒരു ഹെയർ ആയിരുന്നു. നിങ്ങൾക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല എത്ര മണിക്കൂറാണ് ഞാൻ ആ ഹെയർ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്തിരുന്നത് എന്നുള്ളത്. സോ ബോട്ടോക്സ് ട്രീറ്റ്മെന്റിന് എൻ്റെ മുടി കട്ട് ചെയ്യേണ്ട വന്നു ലെങ്ത്, ബിക്കോസ് ഇറ്റ് വാസ് സോ കോസ്റ്റ്ലി. അപ്പൊ എന്തായാലും ലെങ്ത് കുറച്ച് കോംപ്രമൈസ് ചെയ്തു. ഫുൾ ഹെയറിൽ എൻ്റെ ബോട്ടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് അറൗണ്ട് ഒരു 14K ആണ്. അതുകൂടാതെ ഈ സലൂണിൽ നമ്മൾ ചെയ്യുന്ന ബോട്ടോക്സിന്റെ പ്രോഡക്റ്റിനെ തന്നെ സ്യൂട്ട് ചെയ്യുന്ന ഷാമ്പൂവും കണ്ടീഷണറും വാങ്ങി. അങ്ങനെ ഒരു ടോട്ടൽ 17K ഞാൻ എൻ്റെ ബോട്ടോക്സിന് വേണ്ടി പൊട്ടിച്ചു. ഇനി ഈ ബോട്ടോക്സിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം സലൂണിൽ പോകുന്നു, എന്നിട്ട് നമ്മൾ അവർ നമ്മുടെ മുടി നന്നായിട്ട് വാഷ് ചെയ്യും. അതിനുശേഷം ഈ ബോട്ടോക്സിന്റെ പ്രോഡക്റ്റ് നമ്മുടെ ഹെയർ ഓരോ സ്ട്രാൻഡ്സിലും നന്നായി അപ്ലൈ ചെയ്തിട്ട് വി കീപ് ഇറ്റ് ഫോർ സം അവേഴ്സ്. അത് കഴിഞ്ഞിട്ട് അവര് ഹെയർ ഡ്രയർ കൊണ്ട് ഒന്ന് സെറ്റാക്കും. പിന്നെ വീണ്ടും ഓരോ സ്ട്രാൻഡ് അവര് പിടിച്ച് വലിച്ച് അയൺ ചെയ്യും. സോ എൻ്റെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അയൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സ്മോക്ക് വരും. സോ അതൊന്നും ശ്വസിക്കുന്നത് തീരെ നല്ലതല്ല. ഓൾവേസ് ആസ്ക് ഫോർ എ മാസ്ക് ഫ്രം ദ സലൂൺ ആൻഡ് യു വെയർ എ മാസ്ക്, ബിക്കോസ് നമുക്ക് പറയാൻ പറ്റില്ല ആ സ്മോക്ക് എത്രത്തോളം ഹാംഫുൾ ആണെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് അവര് വാഷ് ചെയ്യും. അങ്ങനെ ആ ഒരു പ്രോസസ്സ് കഴിയും. എൻ്റെ മുടി എന്ന് പറയുന്നത് വളരെ തിക്കായിട്ടുള്ള ഒരു ഹെയർ ആയതുകൊണ്ട് രാവിലെ ഒരു 10 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 4:30 ഈ ഒരു ഫുൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ് പ്രോസസ് ഓഫ് ബോട്ടോക്സ്. ഇനി ബോട്ടോക്സ് കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു ആഫ്റ്റർ കെയർ ആണ് ബോട്ടോക്സ്. ഇത് മെയിൻറ്റെയിൻഡ് ആയിട്ട് കിടക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നത്. എൻ്റെ ബോട്ടോക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഒന്നാമത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് എല്ലാവരും കണ്ടവരെല്ലാവരും പറഞ്ഞത് എനിക്ക് നന്നായി സ്യൂട്ട് ചെയ്തു എന്നാണ്. സോ ബോട്ടോക്സ് ഒരു സക്സസ്ഫുൾ ആയിരുന്നു ലുക്കിന്റെ കാര്യത്തില്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അരമണിക്കൂർ എടുത്ത് ജോലിക്ക് റെഡിയായി പോകുന്ന ഞാൻ വെറും 10 മിനിറ്റ് കൊണ്ട് പോകാൻ പറ്റി. സോ ഇത് മെയിൻലി മെയിൻ്റനൻസിന് വേണ്ടി അധികം സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ടിപ്പ് പറയാനുള്ളത്, നമ്മൾ ചില സമയത്ത് കെരാറ്റിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബോട്ടോക്സ് ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ ഹെയർ കളറിങ്, ഹൈലൈറ്റ്സ് അതൊരിക്കലും ചെയ്യരുത്. ഓൾറെഡി നമ്മൾ നമ്മുടെ മുടിക്ക് ഒരു ഡാമേജിങ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഐ നെവർ പ്രിഫർ ഡൂയിങ് ഹെയർ കളറിങ് ഓർ ഹൈലൈറ്റ്സ് ഒന്നും ചെയ്യുന്നത് നല്ലത്. പിന്നെ ഹെയർ ബോട്ടോക്സിന്റെ അഡ്വാൻറ്റേജസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. ഏറ്റവും പ്രൈം അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് സേഫസ്റ്റ് ട്രീറ്റ്മെന്റ് വെൻ കമ്പയർഡ് ടു ഓൾ അതേഴ്സ്. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ
അഡ്വാൻറ്റേജ്. പിന്നെ എപ്പോഴും ആൾക്കാർ ചോദിക്കാനുള്ളത് ഈ ബോട്ടോക്സ് ചെയ്തത് കൊണ്ട് ഹെയർ ഫോൾ ഉണ്ടാവുന്നുണ്ടോ? എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും അത് പൊതുവേ എൻ്റെ ഉള്ള ഒരു അറിവ് വെച്ചിട്ടും ബോട്ടോക്സ് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും ഹെയർ ഫോൾ ഉണ്ടാവുന്നില്ല. നമുക്ക് ഓൾറെഡി ഒരു ഹെയർ ഫോൾ ഉള്ള വ്യക്തിയാണ്, നന്നായി ഹെയർ ഫോൾ ഉള്ള വ്യക്തിയാണെങ്കിൽ യു ഷുഡ് കൺട്രോൾ യുവർ ഹെയർ ഫോൾ ഒരു 60-70% എങ്കിലും, ആൻഡ് ദെൻ യു ക്യാൻ ഗോ ഫോർ എനി കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ്സ്. പിന്നെ എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് ബോട്ടോക്സ് ചെയ്തത് കൊണ്ട് ഹെയർ ഫോൾ ഉണ്ടായിട്ടില്ല. ഓൾറെഡി ഒരു പർട്ടിക്കുലർ ഹെയർ ഫോൾ എനിക്ക് ഉണ്ടായിരുന്നു, ബോട്ടോക്സ് ചെയ്തപ്പോഴും സെയിം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ബോട്ടോക്സിൽ നമ്മൾ ഒരിക്കലും ഈ പ്രോഡക്റ്റ് ഹെയറിന്റെ റൂട്ട്സിലോട്ട് എത്തുന്നില്ല, അതുകൊണ്ട് ഹെയർ ഫോൾ ഉണ്ടാവില്ല. പക്ഷേ ഇപ്പൊ എൻ്റെ മുടി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, എൻ്റെ ഇത് ഇത്രയും വളർന്നു. അപ്പൊ കുറച്ച് വളർന്നു വന്ന സമയത്ത് ഞാൻ അങ്ങനെ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ കുറച്ചൊരു പെർഫെക്ഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മുടി ജസ്റ്റ് ഒരു ഹെയർ വാഷ് കഴിഞ്ഞതിന് ശേഷം അയൺ ചെയ്ത് കൊടുക്കായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ മന്തിൽ തന്നെ ഒരു അടുപ്പിച്ച് പ്രോഗ്രാമായി ഒരു 2-3 തവണ അയണിങ് ചെയ്തതുകൊണ്ട് എൻ്റെ മുടി ബ്രേക്കേജ് വന്നു, കുറച്ച് ഹെയർ ബ്രേക്കേജ്. കാരണം എനിക്കിപ്പോൾ ഇച്ചിരി ജാസ്തി ഹെയർ ഫോൾ ഉണ്ട്. പിന്നെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു കെരാറ്റിൻ ചെയ്ത് ഒരു ആർട്ടിഫിഷ്യൽ ഒരു സിൽക്കി അങ്ങനെ കാണുന്നതിനേക്കാളും ബോട്ടോക്സിന് കുറച്ചും കൂടി ഒരു 2-3 വാഷ് കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്ക് ബോട്ടോക്സിന് വരാനായിട്ട് പറ്റും. ബോട്ടോക്സ് ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ട്രീറ്റ്മെന്റ് വളരെ കോസ്റ്റ്ലി ആണ്. ഇത് കുറച്ചും കൂടി സേഫർ ആവുന്നതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് കെരാറ്റിന്റെ അത്ര പോലും ലാസ്റ്റിംഗ് അല്ല. ഞാനിപ്പോ ബോട്ടോക്സ് ചെയ്തിട്ട് എൻ്റെ മുടി ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ, ഇപ്പോ ഇതൊരു 4th മന്ത് ആണ്. അപ്പത്തേനും വീണ്ടും ആ ഒരു വേവി സ്ട്രക്ചർ ഒക്കെ വന്നു. പിന്നെ എൻ്റെ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സ്പീഡായിരുന്നു. സോ ഓൾമോസ്റ്റ് ഇത്രയും ഹെയർ ഗ്രോത്ത് വന്നു. ഒരു 4 മന്ത്സ് ആകുമ്പോഴത്തേനും ആ ഒരു മിനിമം കെരാറ്റിനൊക്കെ ആണെങ്കിൽ ഒരു 6 മന്ത്സ് എങ്കിലും നമുക്കിത് ലാസ്റ്റ് ചെയ്യും. I paid almost like 17K for this Botox and my hair grew so fast. And ഇത് ഓരോ വാഷ് കഴിയുന്നതിനനുസരിച്ചും ഇതിന്റെ ഇഫക്റ്റ് പോയിക്കൊണ്ടിരിക്കും. സോ അത്രയും ലാസ്റ്റിംഗ് അല്ല. അതാണ് ഇതിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ആഫ്റ്റർ ബോട്ടോക്സ് കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സെലൂണിലെ ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്ന ആ കണ്ടീഷണർ, ഷാംപൂ ഒക്കെ തന്നെ യൂസ് ചെയ്യണം. ബോട്ടോക്സ് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് വാഷ് കഴിയുന്നവരെയും മുടി ടൈ ചെയ്യരുത്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യരുത്. ടൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർമനന്റ് ബെൻഡ് വീഴും. സോ ആഫ്റ്റർ ഫസ്റ്റ് വാഷ് യു ക്യാൻ ടൈ യുവർ ഹെയർ, ദാറ്റ് ഇസ് യുവർ പ്രിഫറൻസ്. പക്ഷേ ഒരു ബെൻസ് ഉണ്ടാവും. മോസ്റ്റ് ഓഫ് ദ ടൈം മുടി അയച്ചിട്ടിട്ടാണ് ഞാൻ നടന്നിരുന്നത്. പിന്നെ ബോട്ടോക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര ഓയിൽ തേച്ച് കുളിച്ച് മനസ്സിന് സമാധാനം കിട്ടിയിരുന്ന ആൾക്കാരാണെങ്കിലും ഓയിൽ തേക്കാൻ പോകരുത്. ഒരു വാഷ് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം ആകുമ്പോഴത്തേനും സ്കാൽപ്പ് തന്നെ ഓയിലി ആവും. പിന്നെ നമ്മളുടെ ഇത്ര വാഷസ് ലൈക്ക് 20 or 40 അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവരുടെ സലൂണിൽ അവർ പറയും ലൈക്ക് ബിഫോർ ഡൂയിങ് ബോട്ടോക്സ് വി ഹാവ് ടു സൈൻ എ കൺസെന്റ്. സോ ആ കൺസെന്റിൽ അത് പറയും എത്ര വാഷസ് വരെയാണ് ഇവരുടെ അത് ലാസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ. സോ വീക്കിലി ഞാൻ ചെയ്തിരുന്നത് ഒരു 2 വാഷ്, ഒരു വീക്കിൽ 2 വാഷ് ഒക്കെ മതിയായിരിക്കും. അത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേ വേണമെങ്കിൽ വാഷ് ചെയ്യാം. വാഷ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ഇത് ബോട്ടോക്സിന്റെ എഫക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ബോട്ടോക്സ് ചെയ്യുമ്പോൾ ഡാൻഡ്രഫ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു ഹെയർ ബോട്ടോക്സ് ചെയ്തിട്ട് 4th മന്തായി. ഇപ്പം തന്നെ ലൈക്ക് ഈവൻ തോ മുടി സ്ട്രെയിറ്റ് ആണെങ്കിലും കുറച്ചൊരു എൻ്റെ മുടി ഒരു വേവി ഫ്രിസി ഹെയർ ആണ്, വേവി ആയി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഹെയർ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വളർന്നു. സോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇവിടെയൊക്കെ കംപ്ലീറ്റ്ലി പോയി. ഇനിയിപ്പോൾ അയൺ ചെയ്താലും അത് ഫുള്ളി സ്ട്രെയിറ്റ് ആയിട്ട് എത്ര നേരം നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ദിസ് ഈസ് അബൌട്ട് മൈ ബോട്ടോക്സ് ജേർണി. ഞാൻ ഒരുവിധം അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഐ പ്രിഫർ ദ നാച്ചുറൽ ഹെയർ, ബട്ട് സ്റ്റിൽ you can go for treatments, and when you're going for treatments, go for the safest one.